വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ എക്സാം ഇന്ന് ഫിനിഷ് ചെയ്തു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ പാർട്ട് എയില് 7 ചോദ്യങ്ങൾ വരുന്നു. അതിലാദ്യത്തെ, സ്റ്റേറ്റ് ദ ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണ്, നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. കുറച്ച് ടേമുകൾ പറഞ്ഞിട്ടുണ്ടാവുന്നതിൽ ഒരെണ്ണം. ദെൻ എക്സ്പ്ലെയിൻ ഏജിങ് ഷെഡ്യൂൾ ഓഫ് റിസീവബിൾസ്, റിപ്പീറ്റ് ക്വസ്റ്റൻ അല്ല. നെക്സ്റ്റ് JIT നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യം തന്നെയാണ്. ഇൻവെന്ററി മാനേജ്മെന്റിൽ നിന്ന് കുറച്ച് ടേമുകളിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും എന്നുള്ളത് വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞ ചോദ്യം. ദെൻ IRR മെത്തേഡ് എന്താണ്. അപ്പോൾ 7 4 കിട്ടാൻ വലിയ പ്രശ്നമില്ലേ. ഇപ്പോൾ എസ്പെഷ്യലി ഓപ്പറേറ്റിംഗ് ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ റിപ്പീറ്റ് ആണ്. എഞ്ചിനീയറിംഗ് JIT ഒരു 4 കിട്ടും ഈസി ആയിട്ട് കേട്ടോ. മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ഏജൻസി പ്രോബ്ലം ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് മെത്തേഡ്സ് ടു റെഡ്യൂസ് ഇറ്റ്. ബേസിക് തിയറി ആണ്. ദെൻ നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദി ആർബിട്രേജ് പ്രോസസ് വിത്ത് MM അപ്രോച്ച് യൂസിങ് ആൻഡ് ന്യൂമറിക്കൽ ഇലിസ്ട്രേഷൻ. MM അപ്രോച്ചിന്റെ കൺസെപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്തായാലും ആ തിയറി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MM വന്നു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് FM, ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് തിയറി വന്നു. ദെൻ നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് ആണ് വന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഒരു പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഇവിടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് ആണ് വന്നത്. ഓക്കെ, സാധാരണ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് കൂടുതൽ കാണാറ്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് വന്നു. അപ്പോൾ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 12, അഗെയിൻ പ്രോബ്ലം ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. SAക്കാണ് സാധാരണ ഇപ്പോൾ ഡിവിഡൻഡിൽ നിന്ന് വരാറ്. ഇവിടെ അത് 3 വെയിറ്റേജിലേക്ക് വന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 13, NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ചാപ്റ്ററിൽ നിന്ന് വരാറില്ല. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് 3 വെയിറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഇടാറില്ല കുറച്ച് നാളുകളായിട്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിൽ നിന്നൊരു പ്രോബ്ലം വരുന്നത്. നെക്സ്റ്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സിൽ EOQ, VD, FSN 3 ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ബിയും 7 4 കിട്ടാൻ വലിയ പാടില്ല. എസ്പെഷ്യലി ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 13 ഈസിയാണ്. അതുപോലെ തന്നെ 12 ഈസി ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം. പിന്നെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ്, ഈ 4 ലാസ്റ്റ് തന്നെ. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസിങ്. അപ്പോൾ 4 കിട്ടാൻ പാടില്ല. MM ഉണ്ട് വേറെ. ഓക്കെ, ഇനി SA പാർട്ടാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത്. 3 പ്രോബ്ലംസ് വന്നിട്ടുള്ളത് 3 എളുപ്പമാണ്. നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ. അല്ല, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 15 വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കാൽക്കുലേഷൻ. ഞാൻ എന്തായാലും പ്രതീക്ഷിച്ച ഒരു SA ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 16 വളരെ എളുപ്പം. ദെൻ ലിവറേജ് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 17. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, ലീഗൽ റൂൾസ് ഗവേണിംഗ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ട് സിയിലത്തെ ഈ 3 പ്രോബ്ലംസും സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. ലിവറേജ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമുക്ക് ഡിറക്റ്റ് ആയിട്ട് ഫോർമുല വെച്ചിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് 16ഉം 17ഉം. അതിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫുൾ മാർക്ക് അടിക്കുക. സോ FM ശരിക്കും പറഞ്ഞാൽ SA വളരെ എളുപ്പമാക്കി. പാർട്ട് ബിയിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ,
അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ടാക്സ് ആണ്. ടാക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പലരും എൻ്റെ അടുത്ത് വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. 2-3 ആഴ്ച മുമ്പ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റിലേക്ക് ആക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്യട്ടോ, എല്ലാതും അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.